إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകുന്നവനാണ്, ഇഷ്ടങ്ങൾക്ക് പിറകെ പോകുന്നവനാണ്, അവൻ്റെ ദേഹേച്ഛക്കൊപ്പം സഞ്ചരിക്കുന്നവനാണ്. ഇഷ്ടങ്ങളിലൂടെ, ആഗ്രഹങ്ങളിലൂടെ, ദേഹേച്ഛകളുടെ താല്പര്യങ്ങളിലൂടെ നടന്നു പോകുന്ന ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തെറ്റുകളുടെ, തിന്മകളുടെ വർധനവായിരിക്കും. നല്ലതിനപ്പുറം ഇഷ്ടമെന്നതിലേക്ക് ആളുകൾ ചിന്തയെ കൊണ്ടുപോകുമ്പോൾ നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരും. സ്വാഭാവികമായും അവൻ ആഗ്രഹിക്കുന്നത്, അവൻ്റെ ശരീരം ആഗ്രഹിക്കുന്നത്, അവൻ്റെ മനസ്സാഗ്രഹിക്കുന്നത് താൽക്കാലിക അഭിരുചിയും താൽക്കാലിക സുഖവുമാകുമ്പോൾ അവൻ അതിലൂടെയുള്ള യാത്രയിൽ തിന്മകളെയായിരിക്കും കൂടുതൽ പുണരുക. അത്തരത്തിലുള്ള മനുഷ്യന്മാരെ ഇസ്ലാം കയ്യൊഴിക്കുന്നില്ല. അത്തരത്തിലുള്ള ആളുകളെ ഇസ്ലാം അവഗണിച്ച് മാറ്റിവെക്കുന്നും ഇല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ പറയുകയാണ്, വമൻ യഅമൽ സൂഅൻ ഔ യളിമ നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما. ആരെങ്കിലും വല്ല തിന്മ ചെയ്യുകയോ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന പക്ഷം അള്ളാഹുവിനെ നിനക്ക് കാണാം ഏറ്റവും അധികം പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ട്. നമ്മൾ തിന്മകൾക്കൊപ്പം സഞ്ചരിച്ച് തിന്മയുടെ ആളായിക്കൊണ്ട് ജീവിച്ച് ഒരുപാട് കാലം ജീവിച്ചാൽ പോലും
നമ്മൾ അതിൽ നിന്നൊരു ബോധോദയമുണ്ടായി തിന്മ കൈവെടിഞ്ഞ് നന്മയിലൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് തിരിച്ചു വരാൻ തയ്യാറാകുമ്പോ അവനോട് പറയുകയാണ്, നീ കഴിഞ്ഞ തിന്മകൾ, കഴിഞ്ഞ തെറ്റുകളെ പശ്ചാത്തപിച്ചു മടങ്ങണം. ആ തെറ്റുകൾ തിരുത്തുമ്പോ ആ തെറ്റുകൾ നമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന നല്ലതല്ലാത്ത പ്രതിഫലത്തെ നമുക്ക് മായ്ച്ചു കളയാൻ കഴിയണം. നരകത്തിലേക്കുള്ള യാത്രയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം. അതിന് പാപമോചനം അത്യാവശ്യമാണ്. ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട്. അങ്ങനെ പാപമോചനം വർത്തിച്ച് ഖേദിച്ചു മടങ്ങുന്ന ആളുകളെ അതിന് തയ്യാറാകുമ്പോ അള്ളാഹുവിനെ ഏറ്റവും പൊറുക്കുന്നവനും കരുണാനിധിയുമായി നിങ്ങൾക്ക് കാണാമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ പറയുന്നു, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. എന്നാൽ നീ അവർക്കിടയിൽ, പ്രവാചകനോട് ഖുർആൻ പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. അള്ളാഹു ഒരുപാട് സമൂഹത്തെ ശിക്ഷിച്ചിട്ടുണ്ട്. തിന്മകളിൽ ആറാടി ജീവിച്ച, തിന്മകളിൽ മതിമറന്ന് ജീവിച്ച ഒട്ടേറെ സമൂഹങ്ങളെ പടച്ചവൻ ശിക്ഷിച്ചിട്ടുണ്ട്. പ്രവാചകനോട് പറയുകയാണ്, സവിശേഷ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഒരു ദൗത്യ നിർവഹണത്തിന്റെ പൂർത്തീകരണത്തിനായി അള്ളാഹു അയച്ച പ്രവാചകൻ ജീവിച്ചിരിക്കെ ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. തുടർന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങൾ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ പശ്ചാത്താപ വിവശനായി അവന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം ചെയ്യുന്ന അവസ്ഥയിലായിരിക്കുമ്പോഴും ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. പാപമോചനം എന്നുള്ളത് മനുഷ്യനെ സംസ്കരിച്ചെടുക്കേണ്ടുന്ന അവസരമാണ്. പാപമോചനം എന്നുള്ളത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നമ്മളൊക്കെ വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് അവൻ തിരിച്ചു വരണമെന്നുള്ളതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാപമോചനത്തിലൂടെ നമ്മുടെ തെറ്റുകൾ കഴുകിക്കൊണ്ട്, തെറ്റുകൾ മാച്ചുകൊണ്ട് തിരിച്ചു പോകണമെന്ന് അള്ളാഹുവിന്റെ ആഗ്രഹത്തിനൊത്ത് നമുക്ക് വളർത്താൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഇവിടെ വെച്ച് സൂചിപ്പിച്ചതാണ്. 100 വട്ടമെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. ഒരു തെറ്റ് പോലും ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന പ്രവാചകൻ പോലും നിരന്തരം പാപമോചനം അർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന പാഠം നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത് 100 അല്ല, 1000 എണ്ണിയാലൊടുങ്ങാത്ത കണക്കില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാപമോചനത്തിലൂടെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാപമോചനം ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും പാപമോചനം പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ, അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവന് മോചനം നൽകും. നമ്മൾ പ്രയാസത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്നതാണ്, പല രീതിയിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ മോചിപ്പിക്കും. എങ്ങനെ? പാപമോചനത്തിലൂടെ. വന്നുപോയ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ ഖേദിച്ചു മടങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ചോദിച്ചാൽ പടച്ചവനത് സ്വീകരിക്കുകയും നമ്മളെ വിശുദ്ധരാക്കി മാറ്റുകയും മാത്രമല്ല, നമുക്ക് നമ്മുടെ പ്രയാസങ്ങളെ തന്നെയും അള്ളാഹു നീക്കിത്തരുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. ഫമൻ കുല്ലി ഹമ്മിൻ ഫറജാ, മാത്രമല്ല എല്ലാ ദുഃഖത്തിൽ നിന്നും അവൻ നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യും. എല്ലാ ദുഃഖത്തിൽ നിന്നും പ്രയാസം നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് മോചനം നൽകുന്ന ഒരു വഴിയാണ് പാപമോചനം എന്നാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരിക്കുന്നത്. അവസാനിപ്പിച്ചില്ല, വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നമ്മൾ നിലച്ചിരിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ പടച്ചവൻ നമുക്ക് ഉപജീവന മാർഗങ്ങൾ ഒരുക്കി തരികയും ചെയ്യും. നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുമാറ് നമുക്ക് ജീവിക്കാനുള്ള വഴികൾ
പടച്ചവൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. എന്താ അതിന് വേണ്ടുന്ന കാര്യം? നമ്മൾ പാപമോചനം ചെയ്യുന്നവരാവണം, പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാകണം, അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലുന്നവരാകണം, അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്നവരാകണം, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളിൽ അനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്നവരാകണം. അങ്ങനെയാകുമ്പോൾ അവന് ജീവിത സൗഭാഗ്യങ്ങൾ നൽകുന്നു, അവന്റെ പ്രയാസങ്ങൾ നീക്കുന്നു, അവന്റെ ദുഃഖങ്ങളൊക്കെയും അവസാനിപ്പിക്കുന്നു എന്നാണ് ഇവിടെ ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തലാഖിൽ പറയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹുവെ വല്ലവനും സൂക്ഷിക്കുന്ന പക്ഷം അല്ലാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. വയർസുഖു മിൻ ഹൈതു ലാ യഹ്തസിബ്. അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യും. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് അള്ളാഹു ഉപജീവന മാർഗം നൽകുകയും അവൻ ഒരു പോംവഴി, എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ. ഒരു ഘട്ടത്തിൽ നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമുക്കറിയില്ല, ആകെ ബേജാറിലാണ്. പടച്ചവൻ നമ്മളറിയാതെ, നമ്മൾ നിലച്ചിരിക്കാതെ അതിനുള്ള ഒരു പരിഹാരം കാണിച്ചു തരും. വിശുദ്ധ ഖുർആനാ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പൊയ്വടി പറയുന്ന വാക്കുകളല്ല, വചനങ്ങളല്ല, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പാപമോചനത്തിലേക്ക്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിൽ പറയുന്നു, വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈക്കും യുമത്തിഉക്കും മതൻ ഹസനൻ ഇലാ അജ്ലിൻ മുസമ്മാ വയുഅ്തി കുല്ലദീ ഫദ്ലിൻ ഫദ്ലഹു വഇൻ തവല്ലൂ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. എങ്കിൽ നിർണിതമായ ഒരവധി വരെ അവൻ നിങ്ങൾക്ക് സുഖജീവിതം നൽകുന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു സമയം വരെ അള്ളാഹു നമുക്ക് ജീവിതത്തിൽ സുഖം അനുഭവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി തരും. മാത്രമല്ല, ഉദാര മനസ്ഥിതിയുള്ള എല്ലാവർക്കും തങ്ങളുടെ ഉദാരതയ്ക്കുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ തിരിഞ്ഞു കളയുന്ന പക്ഷം, എന്നിട്ട് ഖുർആൻ താക്കീത് ചെയ്യുകയാണ്, നിങ്ങൾ ഈ രീതിയിൽ അള്ളാഹുവിനോട് പാപമോചനം ചെയ്ത് ഖേദിച്ച് മടങ്ങിക്കൊണ്ടിരുന്നാൽ സുഖ സൗകര്യങ്ങൾ തരും. അതില്ലാത്ത രീതിയിൽ താന്തോന്നിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, തെറ്റുകൾ ചെയ്തിട്ടും തിരിച്ചു വരാത്ത രീതിയിൽ, ഖേദിക്കാത്ത രീതിയിൽ ആണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ തിരിഞ്ഞു കളയുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങളുടെ മേൽ ഞാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങളുടെ മേൽ ഞാൻ നിശ്ചയമായും ഭയപ്പെടുന്നു. ഒരു ശിക്ഷ നമുക്ക് ലഭിക്കും. നമ്മൾ ആ രീതിയിൽ നമ്മളിൽ വന്നുപോയ തെറ്റുകളൊക്കെയും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ. അറിയണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പ്രകൃതി അതാണല്ലോ. ഒരു തെറ്റിലേക്ക് ആദ്യമായി പോകുന്ന, അത് ഏറ്റവും നിസ്സാരമായ ഒരു തെറ്റാവട്ടെ, ഒരു പുകവലി പോലും, നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന പുകവലി പോലും ഒരാൾ ആദ്യമായി നിർവഹിക്കുമ്പോൾ അയാളെ കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കും. കുട്ടികളാവട്ടെ, ചെറുപ്പക്കാരാവട്ടെ, ആരുമാവട്ടെ, അവരെ കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കും. ഏതൊരു തിന്മയും അങ്ങനെയാണ്. ഏതൊരു തിന്മയിലേക്കും ആദ്യമായി പ്രവേശിക്കുമ്പോൾ അവനെ കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കും. അവിടെ വെച്ചവൻ തിരിച്ചു വരാൻ തയ്യാറാകണം. പിന്നെ ആ തെറ്റുമായി അവൻ താതാത്മ്യം പ്രാപിച്ച് പിന്നെ കുറ്റബോധത്തെക്കുറിച്ച് അവൻ അറിയാതെ പോകും. അവന്റെ ഹൃദയം കറുത്തിരുണ്ടു പോകും. തെറ്റുകൾ വരുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന ആ കുറ്റബോധമുണ്ടല്ലോ, ആ ഭയമുണ്ടല്ലോ, ആ ഭയം അള്ളാഹുവിലേക്ക് തിരിച്ചു വരാനുള്ള ഒരവസരമാക്കി കൊണ്ട് നടക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിൽ തന്നെ പറയുകയാണ്, വൈലാ സമൂദ അഖാഹും, അതായത് സമൂദിന്റെ ജനതയിലേക്ക് തന്റെ സഹോദരനായ സ്വാലിഹ് നബിയെ അയച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹു ആരാധിക്കണേ, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ദൈവവുമില്ല കേട്ടോ. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് വളർത്തുകയും നിങ്ങളെ അവിടെ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയാണ്, ഫസ്തഗ്ഫിറൂഹ് ثم توبوا إليه إن ربي قريب مجيب. അവനോട് നിങ്ങൾ ആകയാൽ ഇങ്ങനെയൊക്കെ നിങ്ങളെ ഭൂമിയിൽ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് അവനോട് നിങ്ങൾ പാപമോചനം തേടുക, അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുക, എന്നിട്ട് അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. എന്നാൽ എന്റെ രക്ഷിതാവ് അടുത്ത് തന്നെ ഉള്ളവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനും ആണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം.
പാപമോചനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ കഴിയണം. പാപങ്ങൾ ചെയ്യുക, പാപമോചനം തേടുക എന്നല്ല. പാപങ്ങൾ വലുതായിട്ടൊന്നും ചെയ്തില്ല എങ്കിൽ പോലും പാപമോചനം അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള ആ ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, അത് ഹൃദയത്തിലൂടെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് പാപമോചനം കൊണ്ടുള്ള ലക്ഷ്യം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിൽ തന്നെ പറയുകയാണ് 52-ാമത്തെ ആയത്തിൽ, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, എന്റെ ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക, സുമ്മ തൂബൂ ഇലൈഹി, എന്നിട്ട് അവങ്കലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നമ്മൾ ഇത്ര ദിവസമായി മഴ പെയ്യാൻ കാത്തിരിക്കുകയാണ്, വരൾച്ചയിലാണ് നമ്മൾ, ഒരുപാട് പ്രയാസത്തിലാണ് നമ്മൾ, കുടിനീര് പോലും വറ്റിക്കൊണ്ടിരിക്കുകയാണ്, കിണറുകൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്, ശുദ്ധവെള്ളം ലഭിക്കാതെ പോവുകയാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ചുമയിൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്, മഴ നിങ്ങൾക്ക് സമൃദ്ധമായി തരും, നിങ്ങൾക്ക് മഴ സമൃദ്ധമായി ഞാൻ നൽകും. കഴിഞ്ഞ് ചെയ്യേണ്ടത് എന്താണ്? വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പാപമോചനം തേടുക, അവനിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക. എന്നാൽ വയുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ അയച്ചു തരും. അല്ലാഹുവിന്റെ വാഗ്ദാനം. മഴ നമുക്ക് ലഭിക്കും. എങ്ങനെ? നമ്മൾ നമ്മുടെ തെറ്റുകളുമായി അങ്ങനെ പോകാതെ തിരിച്ച് പാപമോചനം വർദ്ധിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് വഴിമാറി നല്ല പാതയിലൂടെ ചരിക്കാൻ തയ്യാറാവുകയും പാപമോചനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവിനോട് മാത്രം ചോദിച്ചു കൊണ്ടിരിക്കുകയും ഖേദിച്ചു മടങ്ങും ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മൾ ദുർബലരാണെന്ന തിരിച്ചറിവിലൂടെ, നമ്മൾ നിസ്സഹായനാണെന്ന തിരിച്ചറിവിലൂടെ, മഴയില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുട്ടിപ്പോകുമെന്ന ബോധത്തോടെ, അഹങ്കാരത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ, കിബിറിന്റെ പൊങ്കച്ചത്തിന്റെ ഒന്നുമില്ലാതെ ജീവിക്കാൻ തയ്യാറാകുന്ന മനുഷ്യനോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് സമൃദ്ധമായ രീതിയിൽ അള്ളാഹു മഴ വർഷിപ്പിച്ചു തരികയും നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്ത് തരികയും. നമ്മൾ ശക്തരല്ലല്ലോ, നമ്മുടെ ബേജാറതല്ലേ, നമുക്ക് ശക്തിയില്ല, ദുർബലരാണ്, എവിടെയും നമ്മൾ പരാജയരാണ്, എവിടെയും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്, ആദിയാണ്, ബേജാറിലാണ്. അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ ശക്തിയെ അതിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു തരും. അതിന് ചെയ്യേണ്ടുന്ന ഡിമാൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? പടച്ചവനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് ആരാധന അർപ്പിച്ച് പാപമോചനം ചെയ്ത് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അവന്റെ നിസ്സഹായത വിനീതദാസനായിക്കൊണ്ട് ഒരു അഹങ്കാരത്തിന്റെയോ പൊങ്കച്ചത്തിന്റെയോ ഒരു ചിന്ത പോലുമില്ലാതെ വിനീതദാസനായിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്ന മനുഷ്യനെ അള്ളാഹുവിന്റെ അനുഗ്രഹം മഴയായി ലഭിക്കും. അവർക്ക് ശക്തി പോലും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂഹിൽ പറയുന്നു, അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാ. സൂറത്തുൽ നൂഹിലും സൂറത്തുൽ ഹൂദിലും ഇത് പറഞ്ഞിരിക്കുന്നു. സൂറത്തുൽ നൂഹിലും പറഞ്ഞിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമായി അയച്ചു തരും. ബേജാറാകേണ്ടതില്ല, ബന്ധപ്പെടേണ്ടതില്ല. പടച്ചവന്റെ കൽപ്പനയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതിനൊന്നും കൂടാതെ, അത് ശ്രദ്ധിക്കാതെ, അത് മൈൻഡ് ചെയ്യാതെ, മഴ താ റബ്ബേ, ഉപജീവന മാർഗം താ റബ്ബേ, സൗകര്യപ്പെടുത്തി താ റബ്ബേ, ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി താ റബ്ബേ, ഞങ്ങളെല്ലാവരും ആക്രമിക്കാൻ വരും, ഞങ്ങളെ രക്ഷപ്പെടുത്തു അല്ലാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
പടച്ചവൻ പറഞ്ഞ നിയമങ്ങളിലേക്ക് നമ്മൾ അതനുസരിക്കുന്നതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അപ്പോഴായിരിക്കും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക. ഇവിടെയും മഴ വർഷിക്കാൻ വേണ്ടി പടച്ചവൻ പറഞ്ഞിരിക്കുന്നത്, ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങൂ എന്നാണ്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വജഅലക്കും ജന്നത്തിൻ വജഅലക്കും അൻഹാറാ. മാത്രമല്ല, മഴ വർഷിപ്പിക്കുക മാത്രമല്ല, സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കും. സ്വത്തുക്കൾ, സന്താനം, നമുക്ക് നല്ല സന്താനങ്ങൾ വേണം, നമുക്ക് സ്വത്ത് സമ്പത്ത് വേണം, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. കൊതിക്കുന്നവരാണ്, അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അതൊക്കെ നിങ്ങൾക്ക് തരാം, അതൊക്കെ നിങ്ങൾക്ക് തരാം. എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും, നിങ്ങൾക്കവൻ അരുവികൾ ഉണ്ടാക്കിത്തരും. ഭൂമികൾ പോലും നമുക്കായി അള്ളാഹു ഒരുക്കിത്തരും. ഭൂമിയിൽ പോലും സൗകര്യമില്ലെന്ന് തോന്നുന്ന ഈ ഭൂമിയിൽ പോലും എമ്പാടും സൗകര്യങ്ങൾ പടച്ചോൻ നമുക്ക് നൽകും എന്ന് ഖുർആൻ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വരൾച്ചയിൽ നിന്ന് രക്ഷപ്പെടണം. നമുക്ക് വരൾച്ച ഉണ്ടാക്കുന്നത് ഒരുപാട് ദുരിതങ്ങളാണ്, ഒരുപാട് പ്രയാസങ്ങളാണ്. ജീവിക്കാൻ സൗകര്യപ്പെടാത്ത രീതിയിൽ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഇല്ലെങ്കിൽ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് വെള്ളം. അള്ളാഹു കനിഞ്ഞെങ്കിലേ മഴയിലൂടെ ഭൂമിയിൽ വെള്ളം ലഭിക്കൂ. നമ്മൾ എന്ത് സാഹസികമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല, പടച്ചവൻ കനിഞ്ഞ് നമുക്ക് നൽകണം. അതുകൊണ്ട് തന്നെ പടച്ചവന്റെ നിയമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിനീതദാസനായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിനോട് പാപമോചനം ചെയ്ത് ജീവിക്കാനുള്ള പരിശ്രമമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അതിനായി നമ്മളൊക്കെയും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു മൻ ലാ നബിയ്യ ബഅദഹു വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എല്ലാവരോടുമായി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ അറിവില്ലാത്തവരാണ്, ഞങ്ങൾ പോരായ്മകളിൽ ജീവിക്കുന്നവരാണ്, ഞങ്ങൾ തെറ്റുകളിൽ ജീവിക്കുന്നവരാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെയും നീ പുറത്തു തരണമേ അല്ലാഹ്. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ പോരായ്മകളൊക്കെ തിരുത്തി വിശുദ്ധരായി ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ, ജീവിച്ചു പോകുന്നതിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഉപജീവന മാർഗം തടയപ്പെടുന്നുണ്ട് റബ്ബേ, അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു നാഥ. വിശ്വാസിയായി ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു റബ്ബുൽ ആലമീനായ തമ്പുരാനെ. ഒപ്പം പ്രകൃതിപരമായ രീതിയിൽ അള്ളാഹു കനിഞ്ഞു നൽകുന്ന അനുഗ്രഹം പോലും ഞങ്ങൾക്ക് ലഭിക്കാതെ പോവുകയാണ് നാഥ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾക്ക് നീ അനുഗ്രഹം വർഷിക്കണമേ അല്ലാഹ്. ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന, ഞങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത, സത്യവിശ്വാസിയെ കൊണ്ട് ജീവിക്കാൻ അവസരം നൽകാത്ത ആളുകളുടെ ആ വിശ്വാസങ്ങളെ നീ തിരുത്തി കൊടുക്കണമേ അല്ലാഹ്. അവരെ നീ ദുർബലപ്പെടുത്തണമേ അല്ലാഹ്, അവരെ നീ പരാജയപ്പെടുത്തണമേ അല്ലാഹ്. സത്യത്തിന്റെ ആൾക്കാരെ നീ വിജയിപ്പിക്കണമേ അല്ലാഹുവേ. നിന്റെ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രയാസകരമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നീ മാറ്റി തരണമേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മഴ കനിഞ്ഞു നൽകണമേ അല്ലാഹ്. സമൃദ്ധമായ രീതിയിൽ മഴ നൽകണമേ അല്ലാഹ്. ഞങ്ങൾ മനുഷ്യർ, പക്ഷിമൃഗാദികൾ, വൃക്ഷലതാദികൾ എല്ലാം ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ് നാഥ. ഞങ്ങളിൽ വന്ന വീഴ്ചകൾ നീ പുറത്ത് ഞങ്ങൾക്ക് മഴ സമൃദ്ധമായി നീ നൽകണമേ നാഥ. ഉപകാരപ്രദമായ രീതിയിൽ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണമേ അല്ലാഹ്. അത് ദുരിതമാകാത്ത രീതിയിൽ, അത് വെള്ളപ്പൊക്കമാവാത്ത, പ്രളയമാവാത്ത,
ഉരുൾപൊട്ടലോ അത്തരത്തിലുള്ള പ്രയാസങ്ങളുമോ ആവാത്ത രീതിയിലായി തീർക്കണമേ അല്ലാ. ഉപകാരപ്രദമായ രീതിയിലാക്കി തരണമേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണമേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരണമേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് തരണമേ അല്ലാ. കടുത്ത പരീക്ഷണങ്ങൾ റബ്ബേ, രോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടിലാണ് റബ്ബേ. അത്തരം കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ അല്ലാ. ഞങ്ങളിൽപ്പെട്ട ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ പലരും അവശരാണ്, ക്ഷീണിതരാണ്, രോഗികളാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, റഹ്മാനും റഹീമുമായ നാഥ, അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണമേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണമേ അല്ലാ. അവർക്ക് ആശ്വാസവും സുഖവും നീ നൽകണമേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ അല്ലാ. ഞങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റബ്ബുൽ ആലമീനായ തമ്പുരാനെ നീ സ്വർഗം നൽകണമേ അല്ലാ. അവരുടെ വീഴ്ചകളും പോരായ്മകളും പുറത്ത് അവർക്ക് നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരേണമേ അല്ലാ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് നീ സംരക്ഷണം നൽകണമേ അല്ലാ. നീ സുരക്ഷിതത്വം നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വയാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ اسقنا غيثا مغيثا مريئا مريعا نافعا غير ضار عاجلا غير آجل. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين.